വേദിയിലുള്ള അധ്യക്ഷ ശ്രീമതി ഹരിപ്രിയ ഇവിടെ ഉണ്ടായിരുന്ന ഉദ്ഘാടനം ശ്രീമതി പീന സിസ്റ്റർ പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ, ഹെഡ് മിസ്ട്രസ് ശ്രീമതി രമ ടീച്ചർ രമ ഗോപിനാഥ്, സ്കൂൾ മാനേജർ ഗണേശൻ സാർ, പ്രിയപ്പെട്ട വിനോദ് കെടാമംഗലം, പിന്നെ ഇവിടെ നിന്ന് അനുമോദനം ഏറ്റുവാങ്ങുന്ന മിടുക്കരായ എൻ്റെ കൊച്ചുകുട്ടികൾ ആദിത്യ കൃഷ്ണ, അവന്തിക, വിഘ്നേഷ് പി ജെ, പിന്നെ ഇവിടെ മുൻനിരയിലിരിക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകർ, രക്ഷകർത്താക്കൾ, പിന്നെ എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങൾ വെച്ചാൽ 5 തുടങ്ങി 10 വരെയല്ലേ ഇവിടെയുള്ളത് അല്ലേ? കുറച്ച് വലിയ കുട്ടികളാണ്. എല്ലാവർക്കും എൻ്റെ ബിരുദമായ നമസ്കാരം. സമൂഹം ഹൈസ്കൂൾ എന്ന ചെറുപ്പകാലം മുതലേ എൻ്റെ വീടുകളുടെ കുഴപ്പമില്ലാണ്. ഞാൻ നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ പറൂരെ ഇപ്പോൾ പോകുമ്പോഴും നമ്മൾ കാണുന്ന സ്കൂളാണല്ലോ സമൂഹം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് വെറുതെ പറയുന്നതല്ല, ഒരു പാവനമായ ക്ഷേത്രമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ സംഗീതജ്ഞരെല്ലാം ഗുരുവായിട്ട് മഹാഗുരുവായിട്ട് കാണുന്ന യേശുദാസ് സാറിനെ കച്ചേരി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇവിടെ സമൂഹത്തിലാണ്. ഇതുകൊണ്ടൊന്ന് പറവൂർ സംഗീത സഭ നടത്തിയ കച്ചേരിയാണെന്ന് തോന്നുന്നു. അന്നാണെന്ന് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇവിടെ വന്നത്. പിന്നെ അതല്ലാതെ യൂത്ത് ഫെസ്റ്റിവലിൽ ഇവിടുത്തെ താരമായിരുന്നു വിനോദേട്ടൻ എൻ്റെ സീനിയറായി 2-3 വർഷം സീനിയറായിട്ട് പഠിച്ച ആളാണ്. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഒരുമിച്ച് വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞ അനുമോദനമൊക്കെ ഒരുമിച്ചാണ് വാങ്ങിക്കാറുള്ളത്. ഞാനന്ന് 8th വിനോദേട്ടൻ 10th പഠിക്കുന്നത്. അപ്പോൾ ഞാനന്ന് വയലിനുണ്ടായിരുന്നു, കഥകളി സംഗീതം ഇതൊക്കെയായിരുന്നു. കർണാട്ടിക് മ്യൂസിക്കിനൊക്കെ സ്റ്റേറ്റിൽ എത്തില്ല, അതിന് സെക്കൻഡൊക്കെ ആയിരുന്നു ജില്ലയിൽ. ഇവിടെ വന്നിട്ടുള്ളത് എനിക്കൊന്ന് ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിൽ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് എനിക്ക് സമൂഹമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്. പിന്നെ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് എൻ്റെ പ്രിയ സുഹൃത്തും നിങ്ങളുടെ സംസ്കൃതം അധ്യാപകരുമായ ശ്രീ രാജേന്ദ്രൻ സാറാണ്. അപ്പൊ രാജേന്ദ്രൻ പറഞ്ഞ പോലെ ഞാൻ പരിചയപ്പെടുന്നത് ദേവരാജ മാഷിന്റെ കട്ടത്തിൽ വെച്ചാണ്. നിങ്ങൾ അറിയോ ദേവരാജ മാഷിനെ? ദേവരാജ മാഷ് എത്ര അറിയില്ല. ഇപ്പോ നാളെ നമ്മുടെ പ്രിയങ്കരനായ ജയചന്ദ്രൻ സാർ അല്ലെ, കുട്ടികൾക്ക് പലർക്കും അറിയുന്നതുമില്ല. ഇപ്പൊ യേശുദാസ് സാർ ആരാണ്, ജയചന്ദ്രൻ സാറാണെന്നൊക്കെ നിങ്ങൾ അറിയണം. അതൊക്കെ ലെജൻസ് ആണ്, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ലെജൻസ് ആണ്. അദ്ദേഹം നമുക്ക് ജയചന്ദ്രൻ സാർ വിട വന്നിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. അദ്ദേഹം പാലിയത്താണ്, നമ്മുടെ പറവൂര് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജന്മനാട്. അപ്പൊ അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത് ദേവരായ മാഷിന്റെ തട്ടകത്തിൽ വെച്ചിട്ടാണ് ഞാൻ രാജ്യത്തിനെ പരിചയപ്പെടുന്നത്. പറവൂർക്കാരാണെങ്കിലും ഞങ്ങൾ പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്, കരമനയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു സുഹൃബന്ധം. രാജേന്ദ്രന്റെ വൈഫ് ശ്രീജ നല്ലൊരു സിത്താർ വാദകയാണ്. ശ്രീജയും ഇപ്പോൾ സജീവമായിട്ട് രംഗത്തുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു, ടീച്ചർമാരെയും നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാൻ കഴിഞ്ഞു. എന്താ പറയാ, ഈ ആനിവേഴ്സറി ഈ 53-ലാണ് ഈ സ്കൂൾ സ്ഥാപകമായത് അല്ലെ. 53 ഇപ്പൊ 22 വർഷമായി. ഇപ്പൊ പ്ലാറ്റിനം ജൂബിലി വരികയാണ്. അപ്പോ സ്കൂളിന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചൊക്കെ പറയണമല്ലോ. അപ്പൊ എനിക്ക് അതിലൊന്നും വലിയൊരു ആശങ്കയൊന്നുമില്ല. കാര്യം ഞാൻ പഠിച്ച സ്കൂളിലും ഇപ്പൊ സ്ട്രെങ്ത് കുറവാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കൊറോണയുടെ സമയത്ത് ഒരു വലിയൊരു വിദ്യാഭ്യാസത്തിൽ വന്നിട്ടുള്ള ഒരു ശ്രുതിയുണ്ട്. അത് തിരിച്ചു പിടിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഓരോ സ്കൂളുകളിലും പിന്നെ സ്കൂളിലെ പേരിൽ പെരുമയൊന്നല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിലല്ല, അവിടെ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ വലിയൊരു കാര്യമാണ് ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ നേരത്തെ പ്രസംഗിച്ച ബീന മാഡം പറഞ്ഞു, അതായത് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് വിടുന്നു, സ്കൂളിലേക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ അന്വേഷിക്കുന്ന പോലുമില്ല. അങ്ങനെയല്ലാതെ നമുക്ക് ആ സ്കൂളിലായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളൊന്നും വഴിതെറ്റി പോവാതെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റിയാണ് ഏറ്റവും വലുത്. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമൊക്കെ ശരിക്കും പറഞ്ഞാൽ വന്നോളൂ. ഇന്നത്തെ കുട്ടികൾ നമുക്ക് ഒരിക്കലും പണ്ടത്തെ തലമുറയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ടോട്ടലി ഡിഫറെന്റ് ആയി. ഇപ്പം എൻ്റെ മക്കൾ പഠിക്കുന്നത് 7th 8th. പക്ഷെ അവരോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ ഇപ്പൊ നേരത്തെ എൻ്റെ അടുത്ത് സാറ് പറയുമായിരുന്നു, സാറ് രാവിലെ 4:00 എഴുന്നേക്കണം എന്ന് പറഞ്ഞു കുട്ടികള്. ശരിക്കും വളരെ കറക്റ്റായിട്ടുള്ള കാര്യം. നമ്മുടെ ഈ കുട്ടികളൊക്കെ രാത്രി ജങ്ക് ഫുഡൊക്കെ കഴിച്ച്
രാത്രി ലേറ്റ് ആയിട്ടൊക്കെ കിടന്ന് പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് 8:30 ആകുമ്പോഴേക്കും റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അതൊക്കെ മാറി നമ്മൾ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് നമ്മൾ ചിട്ടയോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ നല്ലൊരു ഭാവി എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂളാണെന്നുള്ളത് ഒരു സംശയമില്ല. എനിക്കിവിടെ പരിചയമുള്ള മറ്റു ടീച്ചേഴ്സ് ഭഗവതി ടീച്ചറിന്റെ 2 കുട്ടികൾ എൻ്റെ ഒരു ബാച്ച്മേറ്റ് ആയിട്ടൊക്കെ എൻ്റെ പാട്ട് പഠിക്കുന്ന കുട്ടികളായിരുന്നു. പിന്നെ സുലേഖ വർമ്മ ടീച്ചർ എൻ്റെ ഇഷ്ടം. ധാരാളം കച്ചേരികളുടെ വായിച്ചിട്ടുള്ള ആളാണ്. ടീച്ചറും വന്നിട്ടുണ്ട് ഇവിടെ. ടീച്ചറുടെ മകൻ ഇന്ന് പ്രശസ്തനായ നടനം കൂടിയാണ് ശബരീഷ്. നല്ല എഴുത്തുകാരനാണ്, നല്ല പാട്ടുകാരനാണ്. ശബരീഷ് ഞാനിതൊരു നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടെയാണ് ശബരീഷ് 10th വരെ പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ എല്ലാ പ്രശസ്തരായിട്ടുള്ള വിനോദത്തിനെ പോലുള്ളവരും പിന്നെ എത്രയോ ആളുകൾ നമ്മൾ അറിയാതെ ഇവിടെ അല്ലെ ഇപ്പൊ ഉയർന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവൊക്കെ പൊങ്ങി വരട്ടെ. നല്ല നല്ല കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഒരു കാര്യം, വായനാശീലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് എനിക്കൊക്കെ പറ്റിയൊരു അബദ്ധമാണ്. ഞാനൊന്നും വായിക്കില്ലായിരുന്നു സ്കൂൾ തലത്തിലൊക്കെ. ഇപ്പൊ പക്ഷെ എനിക്ക് ഇഷ്ടംപോലെ വായിക്കാൻ സമയമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വായനയിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ലൈബ്രറി ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ പുറത്താണെങ്കിലും നിങ്ങൾ വായന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് എടുക്കുക. വളരെ എന്താ പറയുക, അധ്യാപകരെ റെസ്പെക്ട് ചെയ്യുക. നിങ്ങൾ അതൊക്കെയാണ് ഇന്നത്തെ തലമുറ കാത്തു സൂക്ഷിക്കുന്നത്. ബാക്കി ഞങ്ങളിലും ഇരട്ടി കഴിവുള്ള കുട്ടികളാണ് ശരിക്കും. ഞങ്ങളുടെ തലമുറയിലും ഡബിൾ കഴിവുള്ള കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന പിള്ളേരൊക്കെ നിസ്സാരക്കാരല്ല. ഇവരൊക്കെ എത്രയോ ഉയരത്തിലേക്ക് എത്തുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞ അവര് അച്ചീവ്മെന്റ് ഇപ്പോഴേ കിട്ടി, നിങ്ങൾക്ക് ഇനിയും കിട്ടാൻ കിടക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഈ ആനിവേഴ്സറി അവസരത്തിൽ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഞാൻ പ്രസംഗിക്കാൻ വന്നതല്ല, എന്നെ വിളിക്കുന്നത് പാട്ട് കേൾക്കാനാണെന്ന് അറിയാം. പക്ഷെ ഒരു പ്രോബ്ലം, എന്റെ തൊണ്ട അങ്ങനെ പോയിരിക്കുകയാണ്. എന്ന് വേറെ അത് പാട്ടുകാർ എപ്പോഴും പറയുന്ന എക്സ്ക്യൂസ് ആണെന്ന് അറിയാം. അപ്പൊ ഞാനിത് രാജേന്ദ്രൻ വിളിച്ച സമയത്ത് ഞാൻ ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു. ഊട്ടി പോയിട്ട് ഞങ്ങൾ 2 ദിവസം മുന്നെയാണ് വന്നത്. മൊത്തത്തിൽ പോയി കിടക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ഇന്ന് കുറച്ച് ശബ്ദമുള്ളത്, അത് വെച്ചിട്ടാണ് പാടാൻ പോകുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും ഇത്രയും സ്നേഹത്തോടു കൂടി എന്നെ നോക്കിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആരും പ്രശ്നക്കാരൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ധൈര്യമായിട്ട് പാടി 2 പാട്ട് നിങ്ങൾക്കായിട്ട് ആരംഭിക്കാം. ഓക്കെ, ഇത് കയ്യിലേക്ക് തരൂ. Okay, make it again. Hello. India വന്നിട്ടില്ലല്ലോ.
ഓഫ് ചെയ്യട്ടെ. ഓഫ് ചെയ്യട്ടെ ഇത്. ഓഫല്ലേ